ഈ സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജംഷീറല്ലേ, ഇന്നലെ ആശുപത്രിയിലൊക്കെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു അവിടുത്തെ ഒരു കാഴ്ച? ആക്ച്വലി ഞാൻ അവിടുത്തെ ബാംഗ്ലൂർ KMCC പ്രവർത്തകനാണ്. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ഒരു ന്യൂസ് കിട്ടി. ഒരു കണ്ണൂർ സ്വദേശി ശിവലിംഗ എന്നു പേരുള്ള കണ്ണൂർ സ്വദേശി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. പോയപ്പോൾ അവിടെ ഒരു കൺഫ്യൂസിങ് വാർത്തയായിരുന്നു. കാരണം ശിവലിംഗ എന്നുള്ള പേരിൽ ആരും അവിടെ ക്ലെയിം ചെയ്തിട്ടില്ല. ഇവിടെയുണ്ട്, ബാംഗ്ലൂരുണ്ട്, മംഗലാറുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂസിങ് ഉണ്ടായിട്ടുണ്ട്. കാരണം മല്യ ഹോസ്പിറ്റലും വിക്ടോറിയ ഹോസ്പിറ്റലും ബോയിങ് ഹോസ്പിറ്റലും ഇതേപോലെ തന്നെ ബോഡികളുണ്ട്. പക്ഷേ ഇതൊരു ഡിക്ലെയർ ആയ വാർത്തയല്ല മലയാളി എന്നുള്ളത്. ഇനി ഇഞ്ചുറീസ് കാഷ്വാലിറ്റി സംഭവിച്ച ആളുകൾ മലയാളി ഉണ്ടോ എന്നറിയില്ല. അവിടെ ആശുപത്രി ചെന്നപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു കാണുമ്പോൾ? അവിടുത്തെ ഒരു അവസ്ഥ നിങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ ഒരു എന്താ പറയുക, മൊത്തത്തിൽ കൂട്ടിയിട്ട ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായത്. പിന്നെ അതിലും ഭയാനകരമാണ് അപ്പുറത്ത് എമർജൻസി വാർഡിൽ. കാരണം പരിക്കേറ്റ ഒരുപാട് ആൾക്കാർ അവിടെ ബെഡ് പോലും കിട്ടാതെ കഷ്ടപ്പെടുന്നതായിട്ട് കണ്ടു. അവിടെ 50 ആളുകളല്ല, കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. ഉണ്ടാവും. കാരണം മറ്റുള്ള ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് പ്രൈവറ്റ് ഓട്ടോയിലും വണ്ടിയിലൊക്കെ പോയവരും ഉണ്ട് ഈ കൂട്ടത്തിൽ. വല്ലാത്തൊരു ഉള്ളുലയ്ക്കുന്ന കാഴ്ച തന്നെയായിരുന്നു അവിടെ. ഏറ്റവും വിജയാഘോഷം എന്നുള്ളത് ഒരു അൺഎക്സ്പെക്റ്റഡായി വന്ന് പിന്നെ ഒരു ഡിസാസ്റ്ററായി മാറി എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും ഇതേ ഇന്നലെ ആശുപത്രിയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അതാണ് ജയലക്ഷ്മി. അതായത് ഈ നേരിട്ട് ആശുപത്രിയിൽ ഈ പറയുന്ന 4 ആശുപത്രി, ലേഡി കേഴ്സൺ ആശുപത്രി, ബൗറിംഗ് ആശുപത്രി, അതുപോലെ തന്നെ വൈദേഹി ആശുപത്രി ഉൾപ്പെടെയുള്ള മണിപ്പാൽ ആശുപത്രി, ഈ 4 ആശുപത്രികളിലെ കണക്കാണ് സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അതിൽ മാത്രം 50ഓളം ആളുകൾക്ക് പരിക്ക് പറ്റി, 11 മരണം എന്നുള്ള വിവരമാണുള്ളത്. ഏതായാലും ചെറിയ ചെറിയ പരിക്ക് പറ്റിയ നിരവധി ആളുകൾ പലയിടത്തായിട്ട് ചികിത്സയിൽ പോകാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ള കണക്കുകൾ വന്നിട്ടില്ല. പക്ഷെ അതൊക്കെ നിസാര പരിക്കുകൾ ആണ് ഉണ്ടായിട്ടുണ്ടാകുന്നത്. ഏതായാലും 33 ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നുള്ള ഔദ്യോഗിക വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 11 പേരുടെ മരണവും സ്ഥിരീകരിക്കുന്നു. 17 പേർ ഇന്നലെ തന്നെ ആശുപത്രിയിൽ നിന്ന് വിടുതൽ വാങ്ങി പോവുകയും ചെയ്തു. ഏതായാലും ഇന്ന് ഇപ്പോൾ ഇനി അന്വേഷണം ആണ് നടക്കേണ്ടത്. ജുഡീഷ്യൽ അന്വേഷണത്തിന് മജിസ്ട്രേറ്റ് തല അന്വേഷണം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? മജിസ്ട്രേറ്റിലെ അന്വേഷണം ഇന്ന് രാവിലെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ഈ ബന്ധപ്പെട്ട അതിനെ ഹെഡ് ചെയ്യുന്ന ജഗദീഷ് IAS രാവിലെ 10 മണിയോടുകൂടി ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തും. ഈ അപകടം നടന്ന എല്ലാ ഗേറ്റുകളിലേക്കും അദ്ദേഹം സന്ദർശനം നടത്തും. അതിനുശേഷം 15 ദിവസത്തിനകം ഒട്ടും താമസം വരുത്താതെ ഇതിന് റിപ്പോർട്ട് നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഉണ്ടാകും. എന്താണ് സംഭവിച്ചത്, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിൽ നിലവിൽ തന്നെ ഇന്നലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഗേറ്റിലേക്കൊക്കെ വലിയ തള്ളുണ്ടായി. ഇന്നലെ ഞാനിവിടെ രാത്രി വരുമ്പോൾ പോലും വലിയ ആൾക്കൂട്ടം ഈ ഗേറ്റിലുണ്ടായിരുന്നു. അവർ പറഞ്ഞ ചില കാര്യം, ഈ ഗേറ്റ് പെട്ടെന്ന് ഒരു സൈഡിലേക്ക് തുറന്നു, അല്ലെങ്കിൽ ഗേറ്റ് പെട്ടെന്ന് സൈഡിലേക്ക് വലിഞ്ഞു. അങ്ങനെ ഇത് ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടായി. അങ്ങനെ അതിലേക്ക് ആളുകൾ ഇടിച്ചു കയറാൻ നോക്കി. അങ്ങനെയാണ് ഈ ഗേറ്റിൽ അപകടമുണ്ടായതെന്നാണ് ചില ദൃക്സാക്ഷികൾ ഇന്നലെ രാത്രി പറഞ്ഞു. ഇവിടെ വരുമ്പോൾ ചെരുപ്പുകളും അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള പല സാധനങ്ങളും നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വന്ന് സാധനങ്ങൾ തിരയുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെ നമുക്ക് കാണാം, ചെരുപ്പുകൾ കാണാം, കണ്ണട കാണാം, പല ആളുകളുടെ കോട്ടുകൾ കാണാം. അങ്ങനെ പല സാധനങ്ങൾ ഇവിടെ ഈ വലിയ തിരക്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ചില ആളുകളൊക്കെ ഇന്നലെ ചില ദൃശ്യങ്ങളിൽ, ചില മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു കാഴ്ച, ഈ ആളുകൾക്ക് മുകളിലൂടെ ആളുകൾ നീങ്ങുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ ഇന്നലെ ഇവിടെ കണ്ടിരുന്നു. ഇപ്പോൾ തന്നെ ആ ഗേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ വീതി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മുന്നിൽ എത്രയധികം ആളുകൾ തടിച്ചുകൂടി എന്ന് പറയുമ്പോൾ തന്നെ ആ ദുരന്തത്തിന്റെ ആഘാതം നമുക്ക് ഊഹിക്കാം. അതേപോലെ തന്നെ ഈ അപകടം ഉണ്ടായ ശേഷവും നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു. കുറേ അധികം ആളുകൾ വീണ്ടും വന്ന് തങ്ങളെ അകത്തേക്ക് കടത്തിവിടൂ എന്ന് പറയുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നും വളരെ അനിയന്ത്രിതമായ ഒരു തിടുക്കം, ഒരു ഇടിച്ചു കയറൽ ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയിട്ടുമുണ്ട്, അല്ലെ ശ്രീധരൻ? തീർച്ചയായിട്ടും DKയുടെ വാക്കുകൾ നമ്മൾ കടമെടുത്താൽ തന്നെ വലിയ ആൾക്കൂട്ടം എന്ന് മാത്രമല്ല, ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ആൾക്കൂട്ടം വന്നു എന്നുള്ള ഒരു കാര്യമാണ് DK ശിവകുമാർ ഇന്നലെ പറയുന്ന ഒരു കാര്യം. അങ്ങനെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഒരു തരത്തിലും സാധിക്കാത്ത തരത്തിൽ പോലീസ് സംവിധാനം പാളിപ്പോയി, സർക്കാർ സംവിധാനം
പാളിപ്പോയി. അത് തന്നെയാണ് ഈ അപകടത്തിന് കാരണമായി നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പല കാരണങ്ങൾ, പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ ദൃക്സാക്ഷികളുടെ പ്രതികൾ കേട്ട് ഇന്നലെ ഒരു സിനിമാ താരം ഈ പരിപാടിക്ക് വന്ന സിനിമാ താരം പറയുന്നു, ഗേറ്റ് പെട്ടെന്ന് തുറന്നതാണ് ഒരു ഗേറ്റിൽ അപകടത്തിന് കാരണം. മറ്റൊരിടത്ത് പറയുന്നു ചില സ്ലാബുകൾ തകർന്നതാണ് അപകടത്തിന് കാരണമായത്. അതിന് തുടർന്ന് വലിയ ആൾക്കൂട്ടം ഇവിടേക്ക് വന്നു. നേരത്തെ നമ്മൾ കാണിച്ച ചില ദൃശ്യങ്ങളുണ്ട്. അതായത് ഈ സ്റ്റേഡിയത്തിന് മറുവശമാണ് ഈ ഭാഗത്ത് ഈ ബാരിക്കേഡുകളൊക്കെ തകർന്ന് കിടക്കുന്നു. പോലീസ് വെച്ച ബാരിക്കേഡുകളെല്ലാം തന്നെ താഴെ വീണ് കിടക്കുന്നു. അതിന് ഒപ്പം തന്നെയാണ് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൻ്റെ അവസ്ഥ. ഈ കാറ് വല്ലാത്ത രീതിയിൽ, ഉപയോഗിക്കാനാവാത്ത രീതിയിൽ നശിച്ചു പോയി. അതായത് തൊട്ടപ്പുറത്തുള്ള ആ ഒരു തിണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ മതിലിൽ നിന്ന് ആളുകൾ ഈ കാറിന് മുകളിലേക്ക് വരെ ചാടിക്കയറിയിട്ടുണ്ട്. അങ്ങനെ കയറി കാറിൻ്റെ അവസ്ഥ നോക്കൂ. ഒരു ചളുങ്ങി വല്ലാത്ത രീതിയിലേക്ക് പോയി, ചില്ല് മുഴുവൻ പൊട്ടി. ഇതിൻ്റെ റൂഫിൻ്റെ ഭാഗത്തെല്ലാം തന്നെ വലിയ തോതിൽ ചളുക്കം സംഭവിച്ചിട്ടുണ്ട്. ഈ കാർ ഇനി ഉപയോഗിക്കാനാവാത്ത രീതിയിൽ നശിച്ചു പോയിട്ടുണ്ട്. ഇത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി സൂചിപ്പിക്കാൻ ഒരു ദൃശ്യം തന്നെയാണ്. അതായത് ഈ ചെറിയ വീതിയുള്ള ഈ ഒരു സ്ഥലത്ത് ഇത്രയധികം ആളുകൾ ഇങ്ങനെ കയറി വലിയ തരത്തിൽ ഒരു തിക്കും തിരക്കും ഉണ്ടാക്കി. ഇവിടെ ഈ ഗേറ്റ് തുറന്നതാണ് അപകടത്തിന് കാരണം എന്നുള്ള ഒരു കാര്യം ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നടുക്കം മാറുന്നില്ല. കാരണം വലിയൊരു അപകടം, ഒരു ദുരന്തം, ഒരു വലിയ ആഘോഷമാണ് ഇത്ര വലിയ വ്യാപ്തിയിലുള്ള ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിയത്. വളരെ പെട്ടെന്ന് തന്നെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്.